ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സെൽഫ് ലവ് ചെയ്യുന്നു, സ്ട്രോങ് ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളിലേക്ക് വന്നതും നിങ്ങളിൽ നിന്ന് പോയതിനുമുള്ള കാരണങ്ങൾ നമുക്ക് കാർഡ് വഴി അറിയാം. നിങ്ങളുടെ എനർജിയും ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വന്നത്, എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ തനിച്ചാക്കി പോയത്? റീഡിങ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുക, ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണെങ്കിൽ ഏറ്റവും കറക്റ്റായിട്ട് തന്നെ അറിയുന്നതിന് സാധിക്കണമേ. ഇത് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ റീഡിങ് തന്നെ ആയിരിക്കും. ഓക്കെ, എൻ്റെ ചെറിയ അറിവ് ഞാൻ യൂണിവേഴ്സിലേക്ക് നൽകുന്നു. എന്നെ സഹായിക്കണമേ. താങ്ക് യു യൂണിവേഴ്സ്. ഏഞ്ചൽ തന്നെ ഇറങ്ങി വന്ന് ഇത് ഗൈഡ് ചെയ്യുവാൻ തക്കവണ്ണം സഹായിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. എന്തുകൊണ്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന വ്യൂസിലേക്ക് അവരുടെ പേഴ്സൺ വന്നത്? താങ്ക് യു യൂണിവേഴ്സ്. ഇരിക്കുന്ന കാർഡ് പേജ് ഓഫ് പെൻഡിക്കിൾ, 5 ഓഫ് കപ്പ്, 5 ഓഫ് പെൻഡിക്കിൾ, 3 ഓഫ് കപ്പ്, ദ ഡെവിൾ, 10 ഓഫ് സോഡ്. നമ്പേഴ്സ് 10, 1, 5 ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 3, 1 ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 15, 10, 1 3 പ്രാവശ്യം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 10 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ, സ്കോർപിയോ, ടോറസ്, ക്യാൻസർ, കാപ്രിക്കോൺ, ജെമിനി, ഇതാണ് ഇതുവരെ വന്നിട്ടിരിക്കുന്ന സോഡിയസ് സൈൻ. ബാക്കി നമുക്ക് എടുക്കുമ്പോൾ എല്ലാ സോഡിയസ് സൈനും ഇതിൽ വരും. കാർഡുകൾ ഇനിയും എടുക്കാൻ ബാക്കിയുണ്ട്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് പി ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്. സിയും ആവർത്തിച്ചു. ഡി, ഓക്കെ, എസ്. ബാക്കി ലെറ്റേഴ്സ് ഇനിയും കാർഡ് വരുമ്പോഴത്തേക്ക് അതിലേക്ക് കാണുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. പേജ് ഓഫ് പെൻഡിക്കിൾ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ദ ഫൂൾ, ഡെത്ത്. ഇത് കാണുന്ന വ്യക്തികളുടെ ലൈഫിൽ ഇതിനു മുന്നേ, നിങ്ങളുടെ പേഴ്സൺ വരുന്നതിന് മുന്നേ ഒരു റിലേഷൻ ആ റിലേഷൻ അവസാനിക്കുകയോ അല്ലെങ്കിൽ അതീവ അത്രത്തോളം പെയിനിലൂടി നിങ്ങൾ കടന്നു പോകുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് ഈ റിലേഷൻ വരുന്നത്. ഈ റിലേഷൻ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തു വരികയായിരുന്നു. നിങ്ങളെ കണ്ട് നിങ്ങളുടെ സ്വഭാവങ്ങളായാലും ശരി തന്നെ നിങ്ങളെ ഒരുപാട് അട്രാക്റ്റ് ചെയ്ത് കുറേ നാൾ നിങ്ങളെ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങളിലേക്ക് വന്ന പേഴ്സണാണ്. ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണത്തില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു കാണില്ല. ജീവിതത്തിൽ അത്രത്തോളം പെയിൻ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആശ്വാസമായിട്ട് നിങ്ങളിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ആരെങ്കിലും അവരെ ഉപേക്ഷിച്ച് പോയി, ഒരു റിലേഷൻ ഡെത്തായി, ആ ഒരു സമയത്ത് നിങ്ങളെ അവർ കാണുകയും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് മനസ്സിലാക്കി നിങ്ങളെ അഫർമേഷൻ ചെയ്യുകയും ചെയ്തു. ഗോ വിത്ത് ഫ്ലോ നിങ്ങൾ പോകുകയും ചെയ്തു. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് അവിടെ സംഭവിച്ചത്. എന്തെങ്കിലും ഒരു നഷ്ടം, ഒരു ലോസ് സംഭവിച്ച സമയത്ത് നിങ്ങൾക്ക് ഒരു ബാക്ക് സപ്പോർട്ടായിട്ട്, ഒരു മോട്ടിവേഷനായിട്ട് നിങ്ങളെ ജീവിപ്പിച്ചത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും നിങ്ങളുടെ പേഴ്സണെ ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് മോട്ടിവേഷൻ കൊടുത്ത് നിങ്ങളുടെ പേഴ്സണെ ഒരു ഡിപ്രഷനിൽ നിന്നും വിടുവിച്ച് കൊണ്ടുവന്ന വ്യക്തിക്ക് നിങ്ങളായിരിക്കും. ജീവനില്ലാതിരുന്ന, കാരണം മാനസികമായിട്ടുള്ള ജീവനാണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു മനസ്സിന് ഒരു ധൈര്യമോ ഒന്നുമില്ലാതെ തളർന്നു പോയ വ്യക്തിയെ ജീവൻ വെച്ച് സ്നേഹവും കെയറിങ്ങും ഒക്കെ കൊടുത്ത് നിങ്ങളൊരു സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള മോട്ടിവേഷനും കാര്യങ്ങളും തന്ന് നിങ്ങൾ കൂടെ ഒരു സപ്പോർട്ടായിട്ട് നിന്ന വ്യക്തിയോട് ഒരു അട്രാക്ഷൻ തോന്നുകയും നിങ്ങളിലേക്ക് കടന്നു വരികയുമാണ് ചെയ്തത്. അപ്പം ചോദ്യം ഇതായിരുന്നു, നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു വരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, മറ്റു ചില വ്യക്തികൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഹെൽപ്പ്, ഓക്കെ, നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ പേഴ്സണെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം.
അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഒരുപാട് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഏറ്റവും നല്ല വ്യക്തിയാണെന്നും നിങ്ങൾ മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കുകയും രോഗികളാണെങ്കിൽ ശരി തന്നെ നിങ്ങൾ രോഗികളെ ഒരുപാട് കെയർ ചെയ്യുന്ന വ്യക്തികളാണെന്നും ഒക്കെ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുകയും നിങ്ങളെക്കുറിച്ചൊരു നല്ലൊരു ഇമേജും ഒരു കരുണയൊക്കെ മനസ്സിലുണ്ടാകുകയും നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവർ നിങ്ങളെ അഫർമേഷൻ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. നിങ്ങൾ ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും എന്തും നേരിടാനുള്ള മനക്കരുത്തും ശക്തിയും ഉള്ള ഒരു വ്യക്തിയാണെന്നും ഒറ്റയ്ക്ക് നിന്ന് നിങ്ങൾ പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുണ്ടെന്നും ഒരു ലൈഫിനെ എങ്ങനെ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണമെന്നും അറിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നും നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കി. അങ്ങനെയുള്ള നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് അവർ ഒരു മജീഷ്യനെ പോലെ അട്രാക്റ്റ് ചെയ്യുകയായിരുന്നു. നിങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്തിരുന്നു. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെല്ലാം അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുന്നതിന് ഇതിൽ ചില വ്യക്തികൾ ചില ബ്ലാക്ക് വരെ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കണം, നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നിട്ടില്ല. ഓക്കെ, ഇങ്ങനെ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നുമെന്ന് പോലും നിങ്ങൾ വിചാരിച്ചിരുന്നില്ല. കാരണം ഇവിടെ വന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. അപ്പം ആ ഒരു കാര്യം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത് മജീഷ്യൻ്റെ പവർ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, എന്തെങ്കിലും വഴിപാടോ കാര്യങ്ങളൊക്കെ ചെയ്തും എടുത്തിട്ടായിരിക്കും നിങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെ അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സൺ എടുത്തിട്ടുള്ളത്. ഓക്കെ, ചില വ്യക്തികൾ ഒരു അടിയും വഴക്കിലൂടെ ഒരു ബഹളത്തിലൂടെ ആദ്യം കണ്ടുമുട്ടുന്നത് പോലും ഒരു അടിയും വഴക്കിലൂടെ ആയിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മാനസിക സംഘർഷം നടക്കുന്ന സമയത്ത് നിങ്ങൾ അവർക്കൊരു സപ്പോർട്ടായിട്ട് എത്തുകയും അവരുടെ ജീവിതത്തിലെ ചതിയും വഞ്ചനകളും എല്ലാം നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരുടെ ജീവിതത്തിൽ അവരുടെ ഫ്രണ്ട്സുകളുടെ ഇടയിലുള്ള ചതിയും വഞ്ചനകളൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാകുകയും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ ഉപയോഗിച്ച് നിങ്ങൾ അവരെ കെയർ ചെയ്യുകയും ചെയ്തതിന് ശേഷമായിരിക്കാം നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ടായത്. ഓക്കെ, മറ്റ് ചില വ്യക്തികൾക്ക് ഫ്രണ്ട്സുകൾ വഴിയായിരിക്കും നിങ്ങളുമായിട്ടുള്ളൊരു ന്യൂ ബിഗിനിങ് വന്നിട്ടുള്ളത്. ചിലപ്പം നിങ്ങൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു റിലേഷൻ വന്നതായിരിക്കാം. ഇത് ആർക്ക് റെസനേറ്റ് ആകുന്നു എന്നറിയത്തില്ല. നിങ്ങൾക്കത് റെസനേറ്റ് ആകുന്നുവെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് എങ്ങനെയാണ് റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. യൂണിവേഴ്സിന് താങ്ക്സ് പറയാവുന്നതാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പം നിങ്ങളുടെ ഒരു മ്യൂച്വൽ ഫ്രണ്ട്സുകളുടെ വിവാഹ ചടങ്ങിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സെലിബ്രേഷൻ ആയിട്ടുള്ള കാര്യങ്ങളിലോ പങ്കെടുക്കുന്ന സമയത്തായിരിക്കും നിങ്ങളെ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും. അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സുകളുടെ എന്തെങ്കിലും ദുഃഖമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ചിലപ്പോൾ ബന്ധുക്കളാരെങ്കിലും മരിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോഷണൽ പരമായിട്ട് തകർന്നിരിക്കുന്ന അവസ്ഥകളിൽ കൂടി നിങ്ങളുടെ ഹെൽപ്പ് വരികയും അതുവഴി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുകയൊക്കെ ആയിരിക്കും ചെയ്തിട്ടുള്ളത്. ഓക്കെ, മറ്റ് ചില വ്യക്തികൾക്ക് നിങ്ങളെന്നുള്ളൊരു വ്യക്തി ഏറ്റവും ഒരുപാട് പേര് നിങ്ങളെ ആകർഷിച്ച് നിങ്ങളുടെ പിറകെ നടക്കുന്ന വ്യക്തിയായിരിക്കാം. 7 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. 7 ഓഫ് കപ്പ് ആകുമ്പോഴത്തേക്ക് ഒരുപാട് വ്യക്തികൾ നിങ്ങളെന്നുള്ള വ്യക്തിയെ പിന്തുടർന്ന് വന്നതിൽ അതിൽ ഒരുപാട് വ്യക്തികൾ ഒരാളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, കൂട്ടുകാർ കുറച്ച് ആഗ്രഹിച്ചതിൽ അത് ഒരാളായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. കൂട്ടുകാരുടെ ഇടയിൽ നിന്നും ഒന്നിലധികം പേര് ആഗ്രഹിച്ചതിൽ ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ. അവർ ചിലപ്പോൾ ചലഞ്ച് ചെയ്ത് കൂട്ടുകാരോട് ബെറ്റ് വെച്ച് ഇഷ്ടപ്പെട്ട ആളായിരിക്കും. ഓക്കെ, ബെറ്റ് വെച്ച് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്ന ആളിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ ബെറ്റ് വെച്ച് ഇത്ര മാസത്തിനകം ഞാൻ ഇഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ ഒരു ബെറ്റ് വെച്ച് ഒരുപാട് ഓപ്ഷനിൽ നിന്ന് നിങ്ങളെ ബെറ്റ് വെച്ച് സ്വീകരിച്ച വ്യക്തിയായിരിക്കാം. ഓക്കെ, എല്ലാവർക്കും റെസനേറ്റ് ആവത്തില്ല. മറ്റ് ചില വ്യക്തികൾ അവരുടെ വിവാഹം
അവർ സ്നേഹിച്ചതോ മറ്റോ ഒന്നുമല്ല, അവരുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടുകാരെല്ലാം കൂടി ഓക്കെ. മറ്റു ചില വ്യക്തികൾക്ക് ഇത് വിവാഹമാണ്, വിവാഹം വഴി നിങ്ങൾക്ക് കിട്ടിയ ഒരു ജീവിതമാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്നത് സെലിബ്രേഷനാണ്, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിച്ചതാണ്. ഓക്കെ. മറ്റു ചില വ്യക്തികൾ ഒരു അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരികമായിട്ടുള്ള ഒരു അഫെക്ഷൻ, അട്രാക്ഷനായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വ്യക്തികളാണ്. അവർ ശാരീരികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങളിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. ഓക്കെ. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ റെസനേറ്റ് ആകുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നത് വെറും ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, മറ്റ് ഒന്നുമല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. തേർഡ് പാർട്ടി, മറ്റ് റിലേഷൻ അവരുടെ കയ്യിലുണ്ടെങ്കിൽ പോലും, മറ്റ് റിലേഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ് നിങ്ങളിലേക്ക് കടന്നു വന്നത്. ഓക്കെ. നിങ്ങളിലേക്ക് വന്നത് ഒരു തേർഡ് പാർട്ടി. അവർ ഓൾറെഡി അവരുടെ ലൈഫിൽ ഒരു വ്യക്തിയെ അവർ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ മറച്ചു വയ്ക്കുകയോ ചെയ്തതിന് ശേഷം നിങ്ങളിലേക്ക് അവരൊരു ഫിസിക്കൽ അട്രാക്ഷന് വേണ്ടിയിട്ട് അവരിലേക്ക് കടന്നു വരികയും നിങ്ങളെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കി വെച്ചിരിക്കുകയും ചെയ്യുകയായിരുന്നു. അവർക്ക് അത്രയും ഉള്ളായിരുന്നു ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുക അവരുടെ ലൈഫിൽ. ഓക്കെ. മറ്റു ചില വ്യക്തികൾ അവർക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത, അവരുടെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു, മരണം മുന്നിൽ കണ്ട് നിന്ന സമയത്ത് നിങ്ങളൊരു സൂര്യനെ പോലെ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നു. അവർക്കൊരു പുതുജന്മമായിട്ട് നിങ്ങൾ കടന്നു വന്നു. അവർക്ക് ഒന്നിനും പറ്റില്ല, മുന്നിൽ മരണം മാത്രമേ അവർ കണ്ടിരുന്നുള്ളൂ. അവർ ഈ ഒരു നിലയിൽ എത്തുന്നതിന് കാരണം പോലും നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷനാണ്, നിങ്ങളുടെ സാമീപ്യമാണ്, നിങ്ങളുടെ കടന്നുവരലാണ് അവരെ ഇന്ന് ജീവനോടെ ഇരിക്കുവാൻ പോലും കാരണമാക്കിയിരിക്കുന്നത്. ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങൾ സ്ട്രെങ്ത്, നിങ്ങൾ കൊടുത്തിരുന്ന അഫർമേഷൻ, നിങ്ങൾ കൊടുത്തിരുന്ന വാക്കുകൾ, നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് അവരെ ഗൈഡ് ചെയ്തിരുന്നു. ഓക്കെ. ഒരു ന്യൂ ബിഗിനിങ് ആണ്. അവരുടെ പഴയ ലൈഫിൽ മരിച്ച അവസ്ഥയിൽ കൂടിയായിരുന്നു അവർ കടന്നു പോയിരുന്നത്. അപ്പോഴത്തേക്ക് പുതിയ ഒരു സൂര്യനായിട്ട് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വരികയും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ ചോദിച്ച ചോദ്യം ഇതാണ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ കടന്നു വന്നതിനുള്ള കാരണങ്ങൾ, നിങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് കടന്നു വന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളിലേക്ക് കടന്നു വന്നത്. അപ്പോൾ ഇനി നിങ്ങളെ തനിച്ചാക്കി പോകാനുണ്ടായ കാരണങ്ങളും കൂടി നോക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് ഒന്ന് നോക്കാം. ഈ എനർജിയിലുള്ള എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് കൊടുക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് കൊടുക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഐ ഡോണ്ട് ഫീൽ കംഫർട്ടബിൾ വിത്ത് യു. ഒരു പക്ഷേ ഇത് ഈ ഡെവിൾ കാർഡുമായിട്ട് വന്ന വ്യക്തിക്കായിരിക്കാം. ഡെവിൾ എനർജിയുമായിട്ട് ഒരു ഫിസിക്കൽ നീഡ്സിന് വേണ്ടിയിട്ട് മാത്രം വന്ന ചില വ്യക്തികളുടെ പേഴ്സൻ്റെ മെസ്സേജാണിത്. ഈ ഒരു സമയം നിങ്ങളുമായിട്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ് അല്ല വന്നിരിക്കുന്നത്. കാരണം ഫിസിക്കൽ അട്രാക്ഷൻ അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കാം അവർക്ക് ഇപ്പം നിങ്ങളെ വേണ്ട. കാരണം തേർഡ് പാർട്ടി ആയിട്ടായിരിക്കും നിങ്ങളെ കണ്ടിട്ടുള്ളത്. അവർക്ക് ഓൾറെഡി അവർക്ക് പേഴ്സൺ ഉണ്ടായിരിക്കാം. ആ പേഴ്സണെ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ഒരു ഫിസിക്കലിന് വേണ്ടിയിട്ട് നിങ്ങളെ ചതിച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള വ്യക്തിയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് അവർക്ക് അത്ര കംഫോർട്ടായിട്ടുള്ളൊരു ഫീൽ അല്ല അവർക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നത്. ഈ എനർജി ആർക്കുള്ളതാണ് എന്ന് കമൻറ്റ് ചെയ്യുക. യു ആർ മൈ സ്ട്രെങ്ത്. തീർച്ചയായിട്ടും ഈ ഒരു കാർഡിനായിരിക്കും 10 ഓഫ് സോഡ്, ഏസ് ഓഫ് സോഡ്. ഈ ഒരു മരണാവസ്ഥയിൽ നിന്ന് മരിച്ചു ആയിരിക്കുന്ന വ്യക്തിയെ ജീവിപ്പിച്ച് ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് കൊണ്ടുവന്ന കഴിവ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ
അത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങൾക്ക് മെസ്സേജായിട്ട് തന്നെ തരുന്നു, നിങ്ങൾ അവരുടെ സ്ട്രെങ്ത് ആണ് എന്നുള്ളത്. ഓക്കെ, തകർന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള മെസ്സേജാണിത്. ഓക്കെ, ഇത് ആർക്കാണ് റെസനേറ്റ് ആകുന്നതെന്ന് വെച്ചാൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക. യു ഡോണ്ട് ലവ് മീ, യു ലവ് മൈ മണി. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, നിനക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല, നീ സ്നേഹിക്കുന്നത് എൻ്റെ പൈസയെ മാത്രമാണ് നീ സ്നേഹിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളടുത്ത് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മെസ്സേജ് ഇപ്പോഴും നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. അതാണ്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് അവർ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കുകയാണ് നിങ്ങൾ അവരെ പുറത്തു കൊടുക്കും, അവരോട് മാപ്പ് കൊടുക്കുമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് കൊടുക്കണമേ എന്ന് അവർ മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങൾക്ക്. ടെലിപ്പതി വഴിയാണ് എന്നുള്ള കാര്യമാണ്. അവരുടെ സോളിൻ്റെ ആഗ്രഹമാണ് നിങ്ങൾ അവരോടൊന്ന് ക്ഷമിച്ചു കൊടുക്കണമേ എന്നുള്ളത്. നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നുണ്ട്, ഇനി നിങ്ങൾ ഇത്രയും നാളായി നിങ്ങൾ പിണങ്ങി മാറി നിൽക്കുന്നു, ആവശ്യമില്ല പേഴ്സണെ. ഓക്കെ, ഈ ഒരു ചിന്തയിൽ കൂടി നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നുണ്ട്. നിങ്ങളിനി എന്ത് കാണിച്ചിരുന്നാലും നിങ്ങളുടെ പേഴ്സൺ ഇനി വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇത്രയും നാളും ചിലപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോഴത്തേക്കൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്തിനെങ്കിലും നിങ്ങളുടെ പിറകെ വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എന്ത് കാണിച്ചിരുന്നാലും അവർക്ക് ഒരു വിചാരവുമില്ല എന്നുള്ളതാണ് മെസ്സേജ് അയക്കുന്നത്. 1 മുതൽ 78 വരെയുള്ള ഏതെങ്കിലും നമ്പേഴ്സ് നിങ്ങളുടെ പേഴ്സണെ വിചാരിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിൻ്റെ എന്താണ് മെസ്സേജ് എന്നുള്ളത് ഞാൻ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എല്ലാ കമൻസുകളും നോക്കുന്നുണ്ട്. ബിന്ദു ചേച്ചിയുടെ കമൻസ് ഞാൻ നോക്കുന്നുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല. ചിലത് ഞാൻ റിപ്ലൈ ചെയ്യുന്നത് നിങ്ങളിലേക്ക് എത്തുന്നില്ല. ഓക്കെ, ചില കാര്യങ്ങൾ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് റിപ്ലൈ ചെയ്യുന്നതിൽ അവർക്കത് എത്തുന്നില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകാൻ കാരണം? ഇത്രയും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഹെൽപ്പ് ചെയ്തിട്ടും ഒരുപാട് സഹായിച്ച് അവരുടെ ഏത് അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മാറ്റി ഇത്രയും ബെറ്ററാക്കി കൊണ്ടുവന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ വിട്ടുപോയത്? ഓക്കെ, നമുക്ക് നോക്കാം. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 13, 2, 8, 16, 9, 4, 7, EICAEP. ഓക്കെ, വന്നിരിക്കുന്ന മാസം ഏപ്രിൽ, ഫെബ്രുവരി, മാർച്ച്, ഓഗസ്റ്റ്, സെപ്റ്റംബർ. നിങ്ങളെ വിട്ടുപോകുന്നതിന് കാരണം റിലേഷനിൽ ഒരു ഗ്രോത്ത് ഇല്ല എന്നതുകൊണ്ട് തന്നെ അവർക്ക് ബോറിംഗ് ആയി തോന്നി. ഓക്കെ, അവർക്കൊരു മാറ്റം അവർ ആഗ്രഹിച്ചിരുന്നു. ഈ ഒരു ഗ്രോത്ത് ഇല്ലാത്തതുപോലെ റിലേഷൻ പോകുന്നു. അവർക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു അട്രാക്ഷനൊന്നും ആ ഒരു റിലേഷനിൽ തോന്നുന്നില്ല എന്നതുകൊണ്ട് നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതിന് അവർ കാരണമായി. ഓക്കെ, നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. സ്നേഹമില്ല, 2 ഓഫ് കപ്പ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങളിലേക്ക് ഒരു സ്നേഹം, ഒരു കവിഞ്ഞൊഴുകുന്ന സ്നേഹങ്ങൾ നിങ്ങളുടെ ഇടയിൽ ചിലപ്പം അടുത്ത കാലത്തായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കാം, അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അടുത്ത കാലത്തായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോഴെല്ലാം പരാതികളും എന്തെങ്കിലും പരാതികൾ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സ്നേഹവുമായിട്ടോ ഒരു കെയറിങ് ആയിട്ടോ നിങ്ങൾക്ക് സംസാരങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്നു കാണില്ല. അങ്ങനെയുള്ള വ്യക്തികളാണ്, എല്ലാവരുടെയും കാര്യമല്ല. അപ്പം ഒരു സ്നേഹത്തിൽ അവർക്കൊരു മാറ്റം വരണം. ഈ ഒരു സ്നേഹത്തിൽ എനിക്ക് മടുപ്പ് തോന്നി തുടങ്ങി, ഇതിലൊരു മാറ്റം വേണം എന്ന് ചിന്തിച്ച് നിങ്ങളിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളുണ്ട്. നമ്പർ 2 ആണ് വന്നിരിക്കുന്നത്, ക്യാൻസർ. ഓക്കെ,
സി നമ്പറാണ് സി ലെറ്ററാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ചില വ്യക്തികളുടെ ആത്മാവ് അല്ലെങ്കിൽ അവരുടെ സോള് അവരിൽ നിന്ന് ചിലപ്പം കുറച്ച് മാറി നിൽക്കുക ഈ ഒരു കാര്യത്തിൽ നിന്ന്. കുറച്ച് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും പഠിക്കുന്നതിനും ഒക്കെ ആയിട്ട് നിങ്ങളിൽ നിന്ന് മാറി നിന്ന വ്യക്തികളുണ്ടായിരിക്കും. അവരുടേതായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നാളത്തേക്ക് നിങ്ങളുടെ റിലേഷനെ സ്റ്റോപ്പ് ചെയ്ത് പോയ വ്യക്തികളായിരിക്കാം. നിങ്ങളെ ഒരു എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, കുറച്ച് നാളത്തേക്ക്. ഓക്കെ, കുറച്ച് ആത്മീയമായിട്ട് ഒരു സെൽഫ് ലവിന് വേണ്ടിയിട്ട് അവരെ തന്നെ സ്നേഹിക്കുക എന്നുള്ളത് വേണ്ടിയിട്ട്. ഓക്കെ, അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് ഇനി എന്ത് കാണണം, അവർ ചിലപ്പോൾ സെൽഫ് ലവ് ഇല്ലാത്ത വ്യക്തിയായിരിക്കാം. അപ്പോൾ കുറച്ച് ആത്മീയമായിട്ടുള്ള ഈ മോട്ടിവേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ കാണുന്നതും കേൾക്കുന്നതൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു സെൽഫ് ലവ് ചെയ്യണം, ഇങ്ങനെ ഒരാളുടെ പുറകെ ഒരുപാട് അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം കാണിച്ചു പോയി കഴിഞ്ഞാൽ നാളെ അവർക്കും അവരുടെ ആത്മാവിനൊക്കെ പെയിൻ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷനിലോട്ട് ഒരുപാട് ഡീപ്പ് ആവുന്നതിന് പകരം സെൽഫ് ലവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ മാറിപ്പോയ വ്യക്തികളും ഉണ്ടായിരിക്കും. സ്വന്തം സോളിനെ അന്വേഷിച്ച്, കാരണം ഇവിടെ വന്നിരിക്കുന്നതും ഇന്നർ വോയിസ് ആണ് വന്നിരിക്കുന്നത്, അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് തന്നെയാണ്. ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. സ്വന്തം സോളിനെ അന്വേഷിക്കുന്നു. ഓക്കെ, ഒരു ആത്മീയ പഠനം, ഒരു സെൽഫ് ലവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെയാണ് അവർ പോയത്. ഓക്കെ, കുറച്ച് നാളത്തേക്ക് വിട്ടു നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകുന്നു എന്നറിയത്തില്ല. മറ്റൊരു തേർഡ് പാർട്ടിയോടൊപ്പം അങ്ങനെയൊന്നും അല്ല പോയത്. സ്വന്തം കുറച്ച് നാൾ ഈ ഒരു റിലേഷനിൽ നിന്ന് കുറച്ച് നേരം ഒരു ബ്രേക്ക് എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം പോയ വ്യക്തികളുണ്ട്. ഓക്കെ, അടുത്തത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇവിടെ വന്നിരിക്കുന്നത് നമ്പർ 1 കാർഡാണ്. സി ആണ് ലെറ്റർ വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഇവിടെ എന്തുകൊണ്ടാണ് സ്ട്രെങ്ത് വന്നിരിക്കുന്നത്? മറ്റ് ചില വ്യക്തികൾ നിങ്ങളിൽ നിന്നും കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ അതായിട്ടുള്ള ഒരു മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾക്ക്, അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും സെറ്റിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ താളം മറിഞ്ഞ് കിടക്കുന്ന കുടുംബജീവിതമായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഒരുപാട് ശ്രദ്ധ അവരുടെ ജോലിയിലേക്ക് നയിക്കേണ്ടതായിട്ടുണ്ടായിരിക്കാം. ജോലിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു റിലേഷൻ, നിങ്ങളുടെ പരാതി, അത് അവരുടെ ജീവിതത്തിൽ അവരേറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതായിട്ടുള്ള അവരുടെ ജോലിയാണെങ്കിലും ഫാമിലി ആണെങ്കിലും അതിനെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്പസമയത്തേക്ക് മാത്രം, കുറച്ച് നാളത്തേക്ക് മാത്രം നിങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് ഉപേക്ഷിച്ച് പോയി എന്ന്. പക്ഷെ അല്ല, നിങ്ങളിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളിലേക്ക് വരുന്ന ശ്രദ്ധ, കോളിംഗ്, മെസ്സേജ്, ഇതെല്ലാം കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് അവരുടേതായ കുറച്ച് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ വയ്ക്കുകയാണ്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. കാരണം അവരിപ്പോൾ ഒരുപാട് കഠിനമായ ഒരു ഇടയിൽ കൂടി അവർക്കൊരു ഈ പാറക്കല്ലിൻ്റെ ഇടയിൽ കൂടിയാണ് ഇവിടെ ഒരു ചെടി വളർന്നു വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ അവർക്ക് അത്രയും സ്ട്രെങ്ത് വേണം. അവരുടെ മനസ്സിനാണെങ്കിലും അവരുടെ ജോലി സ്ഥലത്താണെങ്കിലും ശരി തന്നെ, അവരുടെ ചുറ്റുവട്ടത്തും ഉള്ളതിന് ഇത്രയും സ്ട്രെങ്തോടു കൂടി അവർക്ക് എഴുന്നേറ്റ് വരണം. എഴുന്നേറ്റ് വരുന്നതിന് ഇപ്പം നിങ്ങളുടെ പരാതിയും പരിഭവങ്ങളും അവർക്കത് താങ്ങുന്നതിന്, അവരുടെ വളർച്ചയ്ക്ക്, അവരുടെ സ്ട്രെങ്തിന് ഒന്ന് ബാധിക്കും. നിങ്ങളുടെ ഒരു നെഗറ്റീവായിട്ടുള്ള നിങ്ങൾ ചിലപ്പം അവരുടെ അടുത്ത് പറയുമായിരിക്കും, നിങ്ങൾക്ക് സ്നേഹമില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് സ്നേഹം കാണിക്കുന്നില്ല, എന്നോട് കോൾ ചെയ്യുന്നില്ല എന്നൊക്കെ, നിങ്ങൾ സമയം കൊടുക്കുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ അത് അവരുടെ വളർച്ചയെ ബാധിക്കുന്നത് കൊണ്ട് കുറച്ച് നാളത്തേക്ക് നിങ്ങളിലേക്കുള്ള നോട്ടം മാറ്റി പിടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് അവർ സ്ട്രെങ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്, അവർ ശക്തിപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അവരുടെ ഈ അവസ്ഥയെന്ന് പറയുന്ന പാറക്കല്ലിൻ്റെ അവസ്ഥയിൽ നിന്നും അവർക്ക് മുളച്ച് പുറത്ത് വരണം. ഒരു ചെടി എങ്ങനെയാണോ 2 കല്ലുകൾക്കിടയിൽ പെട്ടുപോയത്, അവിടെ നിന്ന് ഞെരുങ്ങിയിട്ടാണെങ്കിലും അതിന് പൂക്കണം, കായ്ക്കണം.
അതിൻ്റെ സ്ട്രെങ്ത് പുറത്ത് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് അല്പസമയത്തേക്ക് നിങ്ങളിൽ നിന്നും അകന്നു മാറിയതാണ്. ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട് എന്ന് വിശ്വസിച്ച് ഇല്ലാത്ത തേർഡ് പാർട്ടിയെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് കൊണ്ട് നിങ്ങളുടെ പേഴ്സണ് കൊടുക്കരുത്. ഓക്കെ, ഇവിടുത്തെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ജോലി ആകാനാണ് ഒരു 80% സാധ്യത. ഓക്കെ, 80% അവരുടെ ജോലി ആകാനാണ് സാധ്യത. അതിൽ ബാക്കി കുറച്ച് മാത്രമേ ഫാമിലി വരുന്നുള്ളൂ. ഇങ്ങനെയുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ തേർഡ് പാർട്ടി ഉണ്ട്, എൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ പിറകെയാണ് എന്ന് അഫർമേഷൻ ചെയ്യാൻ നിൽക്കരുത്. ചെയ്തു കഴിഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത ഒരു തേർഡ് പാർട്ടിക്ക് പോലും നിങ്ങളുടെ പേഴ്സണോട് അട്രാക്ഷൻ തോന്നി അങ്ങോട്ട് വലിഞ്ഞു കയറി ചെല്ലും. അത് കാരണം നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി അല്ല ഇതിൻ്റെ അകത്തുള്ളത് അവരുടെ വർക്ക് പരമായിട്ടും പിന്നെ നിങ്ങളുടേതായിട്ടുള്ള കുറേ ഓവർ സ്നേഹം. ഓക്കെ, നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹങ്ങളും കാര്യങ്ങളും അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. ഓക്കെ, മറ്റ് ചിലവർക്ക് കുറച്ച് ധ്യാനം വേണം, മെഡിറ്റേഷൻ വേണം, അവർ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ, അവരൊരു കുറച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഓക്കെ, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ സോളിനെ അന്വേഷിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പഠിച്ച് സെൽഫ് ലവ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സമയം കൂടുതൽ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ആയിട്ട് ഉള്ളത്. ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ ഒരു സമയത്തേക്ക് നിങ്ങളുടെ പേഴ്സണ് കുറച്ച് സ്പേസ് കൊടുക്കുക. അവരുടെ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, പേഴ്സൻ്റെ സിറ്റുവേഷനിൽ നിന്നാണേ, അല്ലാതെ പേഴ്സണെ വിട്ടിട്ട് ഓടുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്തായാലും ഒരു ഡെത്തായി ഈ റിലേഷന് ജീവനില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ആ ഡെത്തിന് മുകളിൽ കൂടി ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ പേഴ്സൺ സ്ട്രെങ്ത് എടുത്ത് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ഇപ്പം അവർക്ക് അവരുടേതായ കുറച്ച് മാനസിക ബലത്തിനുള്ള കാര്യമുണ്ട്. ഓക്കെ, മറ്റ് ചില വ്യക്തികൾ ഇവിടെ അവരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി തന്നെയാണ്, അവരുടെ ലൈഫിൽ ഒരുപാട് സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു തടസ്സമാകും എന്നുള്ളത് തന്നെ, അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങളൊരു തടസ്സമാകും എന്ന് വിചാരിച്ചു നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതാണ്. ഓക്കെ, അത് മറ്റ് ചില വ്യക്തികളുടെ ഉപദേശപ്രകാരം, ഓക്കെ, തേർഡ് പാർട്ടികളുടെ ഉപദേശപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡറുകൾ ലഭിച്ചതിന് തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിന് ആ വ്യക്തി നിങ്ങൾക്ക് തടസ്സമാണ്, നിങ്ങളുടെ മുന്നോട്ടുള്ള ഭാവിയെ നിങ്ങളെന്നുള്ള കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് നിങ്ങളൊരു തടസ്സമായിരിക്കും, നിങ്ങൾക്ക് വരാവുന്ന അബണ്ടൻസ് എല്ലാം നഷ്ടമായി പോകും, ഈ വ്യക്തിയിൽ നിന്ന് മാറിപ്പോകുക എന്നൊരു തേർഡ് പാർട്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, 16, 14, 7, 5 ലെറ്റർ വന്നിരിക്കുന്നത് എസ്, എ, ഡബ്ല്യു, 8, സി. ഓക്കെ, ടോറസ്, ജെമിനി. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. അപ്പം ഒരു തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ ഇടയിൽ, ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിയാണ്, ഫാമിലി ആകാൻ സാധ്യതയുണ്ട്. പേഴ്സൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഭാവിയിൽ ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും. ഈ റിലേഷൻ നിങ്ങൾക്ക് എന്തുകൊണ്ടും മോശമാണ്, അതിൽ നിന്ന് വിട്ടുമാറുക, നിന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല, നിങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ, നിങ്ങളുടെ ഭാവിയെ ഇത് ഏറ്റവും മോശമായിട്ട് ബാധിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിക്കാണെങ്കിൽ ഫെമിനാൻ മസ്കുലൻ എനർജി ഉള്ള ഒരു വ്യക്തിയാണ്, രണ്ട് വശത്തും ചാടി ചാടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഭയങ്കര കട്ടി മനസ്സുള്ള ഒരു വ്യക്തിയാണ്. അവരെന്തെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉറപ്പിച്ച കാര്യം തന്നെ നടത്തിയിട്ടേ തിരിച്ചു വരുവുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ട്രോങ് വ്യക്തിയാണ്. ഓക്കെ, അവരുടെ നിർമ്മല ഭാവമൊന്നും അവർ പുറത്ത് കാണിക്കത്തില്ല. വളരെ ഡേഞ്ചറായിട്ടുള്ള സ്വഭാവമായിരിക്കും അവർ പലപ്പോഴും പുറത്ത് കാണിക്കുന്നത്. ഓക്കെ, അവരുടെ ഉള്ളിൽ ചിലപ്പോൾ പാവമായെന്ന് എങ്കിലും അവർ കുറച്ച് ഡേഞ്ചറായിട്ടുള്ളത്, കാരണം റെഡ് എന്ന് പറയുമ്പോൾ ഡേഞ്ചറാണ്, അവരുടെ ഒരു പരിപരുക്ക സ്വഭാവങ്ങളാണ്. അവരെപ്പോഴും ഡേഞ്ചറായിട്ടുള്ള സ്വഭാവങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കും. ഓക്കെ,
മറ്റുള്ളവർക്ക് ദൂത് അയച്ചു കൊണ്ടിരിക്കും. കാരണം ഇവിടെ വന്നിരിക്കുന്നത് ഈ പക്ഷികളെന്ന് പറയുന്ന ദൂത് അയക്കുന്നവരായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പം മറ്റുള്ളവർക്ക് ആവശ്യമില്ലാത്ത ദൂതുകൾ കൊണ്ടെത്തിക്കുക, അങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടിയാണ് നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങളിൽ നിന്ന് അകറ്റാനുണ്ടായ കാരണം എന്ത് എന്ന് ചോദിച്ചതിന് ആൻസറായിട്ട് വരുന്നത് ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ഓക്കെ, ഇത് ഒരു ലവ് തേർഡ് പാർട്ടി ആകാം, ചിലപ്പോൾ ഫാമിലി ആകാം. എന്തായാലും തന്നെയും നിങ്ങളുമായിട്ട് ഭയങ്കര വിരോധമുള്ള ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങളുമായിട്ട് ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകരുത്. ചിലപ്പോൾ അസൂയ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടക്കേട് കൊണ്ടായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റ് വീശി കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണിത്. ഓക്കെ, നിങ്ങളുടെ റിലേഷനെ രണ്ടാക്കിയിരിക്കുന്ന വ്യക്തിയാണിത്. അടുത്തത് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണെ പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്ന് മാറ്റണം എന്ന ഉദ്ദേശത്തോടു കൂടി അടുത്ത തേർഡ് പാർട്ടിയാണ്. നിങ്ങളുടെ പേഴ്സൺ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നിങ്ങളെ തങ്ങളെ അടി കൂടിപ്പിച്ച്, ഇവിടെ കാണാം രണ്ട് വ്യക്തികൾ തങ്ങളെ അടികൂടി യുദ്ധം നടത്തി അടികൂടി രണ്ടിനെ രണ്ട് വഴിക്കാക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരാൾ. ഓക്കെ, രണ്ട് വഴിക്കാക്കിയിട്ട് ഈ തറയിൽ കിടക്കുന്ന വാളെന്ന് പറയുന്നത് മാനസിക ധൈര്യമാണ്. രണ്ടുപേരുടെയും മാനസിക ധൈര്യത്തെ തകർത്ത് താഴെ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, അതിന് പിന്നിൽ അവർ ചിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും ഇവർ കാണുന്നില്ല, ഇതിന് പിന്നിൽ വേറൊരു വ്യക്തി ഉണ്ടെന്നുള്ള കാര്യം. അവർ ആ വാളിനെ ഉയർത്തി വെച്ചിരിക്കുന്ന അവരുടെ മാനസിക ധൈര്യം അവർ വിജയിച്ചിരിക്കുന്നു. ഓക്കെ, അവർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ഒരു മേഘങ്ങളെ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവാം അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളെ ആക്കി വെച്ചിട്ട് അവർ ചിരിക്കുന്ന ചിരി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ മുഴുവനും ഈ ഒരൊറ്റ വ്യക്തി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ളത്. നിങ്ങളെ രണ്ടിനെയും രണ്ട് രീതിയിലാക്കി, രണ്ടും മനസ്സിനെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കിയിട്ട് അതെല്ലാം അവർ മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് ബേർഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചുറ്റും ഒന്നും കാണാൻ കഴിയാത്ത രീതിയിൽ നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് ടെൻഷൻ കൊടുത്ത് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുവാൻ ഈ ഒരു തേർഡ് പാർട്ടിക്ക് കഴിഞ്ഞു. ഓക്കെ, അപ്പം ഈ ഒരു തേർഡ് പാർട്ടി കാരണമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഇറങ്ങി പോകേണ്ടതായി വന്നത്. ഓക്കെ, 8 ഓഫ് കപ്പാണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നതിന് കാരണമായത്. ഈ കുറേ ആവശ്യമില്ലാത്ത സംസാരങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഇവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ്, ഒരു തേർഡ് പാർട്ടി ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സ്നേഹങ്ങളും എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറ്റൊരു വ്യക്തിക്ക്, ഇത് ലവ് തേർഡ് പാർട്ടിയാണ്, ലവ് തേർഡ് പാർട്ടി ആവാൻ സാധ്യത ഒരു 80% ഉണ്ട്. ഓക്കെ, നിങ്ങളിൽ നിന്നുള്ള സ്നേഹവും സമയവും എല്ലാം നിങ്ങൾ അങ്ങോട്ട് കൊടുത്തു, തിരിച്ചവിടെ നിന്ന് ഒരു നോട്ടമോ ഒന്നും കിട്ടിയില്ല. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അത് മുഴുവനും കൊടുത്തത് മറ്റൊരു വ്യക്തിയിലേക്ക്. ഓക്കെ, ഇവിടെ രണ്ട് വ്യക്തികൾ നിൽപ്പുണ്ട്. ഒന്ന് ഭിക്ഷ യാചിച്ചിരിക്കുന്നതാണ്, നിങ്ങളാണ് ഈ ഇരിക്കുന്നത്. നിങ്ങൾ അവരുടെ മുമ്പിൽ പോയി സമയത്തിന് വേണ്ടിയിട്ടും സ്നേഹത്തിന് വേണ്ടിയിട്ടും മെസ്സേജിന് വേണ്ടിയിട്ടും ഒരു ബ്ലോക്ക് മാറ്റുമോ, ഒരു കോള് ചെയ്യുമോ, ഇതെല്ലാം ചോദിച്ച് നിങ്ങളുടെ പേഴ്സണ് കാൽ ചുവട്ടിൽ ഭിക്ഷ യാചിച്ചിരിക്കുന്ന അവസ്ഥ. ഓക്കെ, പക്ഷെ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ പോലും മൂരി നിങ്ങളുടെ പേഴ്സണ് കൊടുത്തു. പക്ഷെ നിങ്ങളുടെ പേഴ്സണോ ചെയ്തത് നിങ്ങളിലേക്കൊന്ന് നോക്കുക പോലും ചെയ്യാതെ അതെല്ലാം മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ദാനം ചെയ്തു, അവർക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. ഓക്കെ, അവരെ വിവാഹം കഴിക്കണമെന്നും ഓക്കെ അവരിലേക്ക് അവരുമായിട്ടൊരു ജോയിനും വേണമെന്നും അവരുമായിട്ട് സന്തോഷം ഒരു ഹാപ്പി വേണമെന്നും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചു. ഈ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഇറങ്ങി മറ്റുള്ള ഒരു വ്യക്തിയിലേക്ക് പോയി. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ കാരണം ഈ വ്യക്തി കുറച്ചുകൂടി നിങ്ങളുടെ പേഴ്സണേക്കാളും വലിയ ഒരു സാമ്പത്തിക സ്ഥിതി ഉള്ള വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. ഒക്കെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കാളും കൂടുതൽ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങോട്ടേക്ക് ഓടിപ്പോയത്. ഓക്കെ, ആ ഒരു കാരണത്താലാണ് നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ
പോയത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകുന്നതിനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന്. അപ്പം ഇത്രയും കാരണങ്ങളാണ് ഇവിടെ ഉണ്ടായെന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ഉണ്ട്, ലവ് തേർഡ് പാർട്ടി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒരു കാർഡ് വന്നിരുന്നല്ലോ, ഡെവിളിൻ്റെ കാർഡ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതായിരിക്കും റെസനേറ്റ് ആകുന്നത്. ഈ ഒരു റോയിൽ മൊത്തം വന്നിരിക്കുന്നത് തേർഡ് പാർട്ടിയാണ്. കൂട്ടുകാർ തേർഡ് പാർട്ടി ഉണ്ട്, ഫാമിലി വീട്ടുകാർ തേർഡ് പാർട്ടി ഉണ്ട്, അല്ലാതെയുള്ള സുഹൃത്തുക്കളാണെങ്കിൽ ലവ് തേർഡ് പാർട്ടി ആണെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ലവ് തേർഡ് പാർട്ടിയും ഫാമിലി തേർഡ് പാർട്ടിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നിരിക്കുന്നതെല്ലാം ആത്മീയവാസത്തിന് പോകുന്നു. അവർക്ക് കുറച്ച് റെസ്റ്റ് വേണം, അവർക്ക് കുറച്ച് പഠിക്കാനുണ്ട്. മറ്റു ചിലത് നിങ്ങളുടേതായ ഓവർ കെയറിങ്ങും ഓവർ സ്നേഹവും കാരണം അവർക്ക് മടുത്തു. കിട്ടുന്ന മധുരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. നിങ്ങൾ എത്രത്തോളം സ്നേഹവും കെയറിങ്ങും ഇങ്ങനെ കൊടുത്ത് അവസാനം മത്ത് പിടിച്ചിരിക്കുന്ന പേഴ്സൺ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ ഒരു മധുരം കഴിക്കണ്ട, എനിക്കിനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ സാധനം മാറ്റി വയ്ക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ചിലപ്പോൾ അലുവയോ ലഡുവോ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുകയാണ് കുറച്ച് നാളത്തേക്ക് ഈ അലുവയോ ലഡുവോ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ആ ഡപ്പ അടച്ചു വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം തുറക്കുന്ന സമയത്ത് നിങ്ങൾ അത്രത്തോളം മധുരം കൂട്ടിയിട്ടുണ്ടാക്കണ്ട, കുറച്ച് മധുരം കുറച്ചുണ്ടാക്കിയാൽ മതി. ഓക്കെ. മറ്റു ചില ആൾക്കാർ സെൽഫ് ലവിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങൾക്കൊക്കെ പഠനത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് സെൽഫ് ലവും കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് അവിടെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യണം, നിങ്ങളുടെ പേഴ്സണെ അധികമായി സ്നേഹിക്കരുത്, അധികമായി സമയം കൊടുക്കരുത് എന്നൊക്കെ പഠിപ്പിക്കുന്നത് ചിലപ്പോൾ പ്രാക്ടീസിൽ കൊണ്ടുവരുന്നതായിരിക്കാം. അത് കാരണം നിങ്ങൾ അതൊന്നും വലിയ കാര്യമാക്കി എടുക്കേണ്ട, നിങ്ങളും സെൽഫ് ലവ് ചെയ്യുക. ഓക്കെ. മറ്റു ചില വ്യക്തികൾ അവരുടെ ജോലി ഭാരം, അവരുടെ കുടുംബഭാരം അതൊക്കെ കൊണ്ടാണ് കുറച്ച് നാളത്തേക്ക് ഒരു റെസ്റ്റ് ആവശ്യപ്പെടുന്നത്. അവർ മാനസികമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത്. ഓക്കെ. അപ്പം ഇത് ഇത്രയുമാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിത് റെസനേറ്റ് ആയി, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇല്ല എങ്കിൽ അത് നിർബന്ധിച്ച് നിങ്ങൾ അവിടെ അഫർമേഷൻ ചെയ്ത് വെക്കരുത്. ഓക്കെ. റീഡിങ് കൂടിയോ? എൻ്റെ ദൈവമേ, 1 മണിക്കൂറാവാൻ പോകുന്നു. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റീഡിങ് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വീഡിയോ കണ്ടിരിക്കുന്ന വ്യക്തികളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. അയ്യോ, ഇത്രയും ഓടിച്ചു വിടേണ്ടി വരും, എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ, എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? പ്ലാനിങ്, കപ്പ്. ചില വ്യക്തികൾ കുറച്ച് മാനസിക വിഷമത്തിൽ കൂടിയൊക്കെ കടന്നു പോകുന്നുണ്ട്. അവർ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സ്റ്റേബിൾ ആകുന്നില്ല. കുറച്ച് 2 വിഷയങ്ങളിൽ അവർ ജഗിൾ ചെയ്യുന്നു. ലൈഫിൽ എന്തൊക്കെയോ സ്റ്റേബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുന്നു. ഇമോഷണൽ പരമായിട്ടും ചിലപ്പം റിലേഷൻ ബേസിൽ തന്നെ ആകണമെന്നില്ല, മറ്റെന്തെങ്കിലും കാര്യത്തിലൊക്കെ റിലേഷൻ തന്നെ അല്ലെങ്കിൽ തന്നെ ഫാമിലിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട്. വീട്ടുകാർ അതും ഇതുമൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീട്ടുകാർ പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തികളുണ്ട്. ഓക്കെ. മറ്റ് ചില വ്യക്തികൾ എല്ലാം ഉണ്ട്, ജീവിതത്തിൽ എല്ലാം ഉണ്ട്, സന്തോഷവും എല്ലാം ഉണ്ട്, സ്നേഹിക്കാൻ ആൾക്കാരുണ്ട്, വീട്ടുകാരുണ്ട്, പൈസയ്ക്ക് പൈസ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എങ്കിലും പേഴ്സൺ ഇല്ല എന്നുള്ള ഒരു ദുഃഖം മാത്രം, ബാക്കി എല്ലാം ഉണ്ട്, സന്തോഷമൊക്കെയാണ്. പക്ഷേ പേഴ്സൻ്റെ കാര്യത്തിൽ ഓർക്കുമ്പോൾ മാത്രം ഇതെല്ലാം ഉണ്ടായിട്ടും ആശിച്ച വിളക്ക് എന്തിന് 1000 വിളക്ക് തെളിഞ്ഞാലും ആശിച്ച വിളക്ക് തെളിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ ഇരുട്ട് തന്നെയാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചില പ്ലാനിങ്ങിലാണ്. ഇത്രയും നാളും മറ്റുള്ളവരൊക്കെ പറയുന്നതൊക്കെ കേട്ട് ഇരുന്നെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഉറച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെയോ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ്. ഓക്കെ. ഈ ഒരു സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. ഓക്കെ. താങ്ക് യു. എൻ്റെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. താങ്ക് യു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.